നമസ്കാരം. ശിവഗിരി HSFM. പോയ വാരത്തിലെ വിശേഷങ്ങൾ അവതരിപ്പിക്കുന്നത് യുവിക, അനഖാറാം, അനോന സിദ്ധു. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ. 11 ജില്ലകളിൽ ഏപ്രിൽ 7 വരെ കനത്ത ചൂട്. ഗവർണർ സർക്കാർ പോരിൽ അയവ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകാൻ ഇനി മാസങ്ങൾ. ലോകമുത്തച്ഛൻ അന്തരിച്ചു. റഷ്യയിൽ കുടുങ്ങിയ മലയാളികൾക്ക് ഉടൻ തിരിച്ചെത്താനാവില്ല. പോസ്റ്റർ നിയമ നടപടി സ്വീകരിക്കുമെന്ന്. വീട്ടിൽ നിന്ന് വോട്ട് ചെയ്യാം. 85 വയസ്സിന് മുകളിൽ. അമേരിക്കയുടെ അനാവശ്യ ഇടപെടൽ വേണ്ട, വീണ്ടും ഇന്ത്യയുടെ മുന്നറിയിപ്പ്. റിയാസ് മൗലവി വധക്കേസ് പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ. തായ്വാനിൽ വൻ ഭൂചലനം, 9 മരണം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ വിശദമായി. 11 ജില്ലകളിൽ ഏപ്രിൽ 7 വരെ കനത്ത ചൂട്. 11 ജില്ലകളിൽ 7 വരെ കനത്ത ചൂട് തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പ്. ശരാശരിയിൽ നിന്ന് 2 മുതൽ 4 ഡിഗ്രി വരെ കൂടുതലായിരിക്കും അനുഭവപ്പെടുക. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് എന്നീ ജില്ലകളിലാണിത്. ഇവിടങ്ങളിൽ കനത്ത ചൂടിനുള്ള മഞ്ഞ മുന്നറിയിപ്പ് നൽകി. ഗവർണർ സർക്കാർ പോരിൽ അയവ്. ജസ്റ്റിസ് മണികുമാർ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ബില്ലിനും ചട്ടഭേദഗതിക്കും അംഗീകാരം. ഗവർണർ സർക്കാർ പോരിൽ അയവ്. മാസങ്ങളായി രാജ്ഭവനിൽ പിടിച്ചുവെച്ച ഒരു ബില്ലിനും ചട്ടഭേദഗതിക്കും മനുഷ്യാവകാശ കമ്മീഷൻ അധ്യക്ഷ നിയമന ശുപാർശയിലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഒപ്പിട്ടു. മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായി ജസ്റ്റിസ് എസ് മണികുമാർ നിയമിതനാകും. സമാവർത്ത പട്ടികയിൽ നിയമനിർമ്മാണത്തിന് കേന്ദ്രത്തിന്റെ മുൻകൂർ അനുമതി തേടേണ്ടെന്ന ചട്ടഭേദഗതിയും വീടുകളുടെ നികുതി സംബന്ധിച്ച ബില്ലുമാണ് അംഗീകാരം ലഭിച്ച മറ്റു 2 ശുപാർശകൾ. തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അംഗീകാരം കിട്ടുന്ന മുറയ്ക്ക് ഇവ വിജ്ഞാപനം ചെയ്യും. അംഗീകാരം കാത്തിരിക്കുന്ന വിവരാവകാശ കമ്മീഷൻ നിയമന ശുപാർശയിലും ഗവർണർ അനുകൂല നിലപാടിലേക്കെത്തി. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകാൻ ഇനി മാസങ്ങൾ. ട്രയൽ റൺ മെയിൽ. സംസ്ഥാനത്തിന് ഓണസമ്മാനമായി വിഴിഞ്ഞം തുറമുഖം പ്രവർത്തനം തുടങ്ങും. വാണിജ്യാടിസ്ഥാനത്തിൽ ഡിസംബറിൽ കപ്പലെത്തിക്കുമെന്നായിരുന്നു അദാനി ഗ്രൂപ്പ് സർക്കാരിന് നേരത്തെ നൽകിയ ഉറപ്പ്. പുതിയ സാഹചര്യത്തിൽ സെപ്റ്റംബറോടെ തുറമുഖം പ്രവർത്തനം സജ്ജമാക്കുമെന്ന് അദാനി പോർട്സിന്റെ പുതിയ CEO പ്രദീപ് ജയറാമൻ പറഞ്ഞു. വർഷങ്ങളായി കണ്ട സ്വപ്നത്തിലേക്കുള്ള ദൂരം കുറയുന്നു. ഒക്ടോബറിൽ ക്രെയിനുമായി ആദ്യ കപ്പലെത്തിയതു മുതൽ തുറമുഖ നിർമ്മാണം അതിവേഗത്തിലാണ്. പിന്നാലെ 4 കപ്പലുകൾ കൂടി വന്നു. സംസ്ഥാനത്തിന്റെ മുഖഛായ മാറ്റുമെന്ന് പ്രതീക്ഷിക്കുന്ന രാജ്യത്തിന്റെ അഭിമാന പദ്ധതി പറഞ്ഞതിലും നേരത്തെ പ്രവർത്തനക്ഷമമാകുമെന്നാണ് പുതിയ വിവരം. 2960 മീറ്റർ ബ്രേക്ക് വാട്ടറിന്റെ പണി തീർന്നു. 800 മീറ്റർ ബെർത്തിൽ 600 മീറ്ററും പൂർത്തിയായി. മെയ് മാസത്തിൽ ട്രയൽ റൺ തുടങ്ങാനാണ് നീക്കം. തുറമുഖ നിർമ്മാണത്തിന് വർഷങ്ങളായി മേൽനോട്ടം വഹിച്ച CEO രാജേഷ് ടാ ഗുജറാത്തിലേക്ക് മടങ്ങുകയാണ്. പകരമാണ് പുതിയ CEOയുടെ വരവ്. ലോകമുത്തച്ഛൻ അന്തരിച്ചു. ലോകത്തെ ഏറ്റവും പ്രായമേറിയ പുരുഷനെന്ന ഗിന്നസ് റെക്കോർഡിന് ഉടമയായ ഹുവാൻ വിൻസെന്റ് പെരസ് മോറ 114 വയസ്സ് ചൊവ്വാഴ്ച അന്തരിച്ചു. 2022 ഫെബ്രുവരി 4-നാണ് ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രായമേറിയ പുരുഷനാണ് മോറ എന്ന് ഗിന്നസ് അധികൃതർ സാക്ഷ്യപത്രം നൽകിയത്. അന്ന് അദ്ദേഹത്തിന് 112 വയസ്സും 253 ദിവസവുമായിരുന്നു പ്രായം. 1909 മെയ് 27-ന് എൽ കോബ്ര പട്ടണത്തിൽ ജനിച്ച മോറയ്ക്ക് 11 മക്കളും 41 പേരക്കുട്ടികളുമുണ്ട്. കാർഷിക വൃത്തിയായിരുന്നു അദ്ദേഹത്തിന്റെ ജീവിതമാർഗം. റഷ്യയിൽ കുടുങ്ങിയ മലയാളികൾക്ക് ഉടൻ തിരിച്ചെത്താനാവില്ല. വ്യാജ റിക്രൂട്ട്മെന്റ് ഏജൻസിയുടെ ചതിയിൽപ്പെട്ട് റഷ്യയിൽ കുടുങ്ങിയ മലയാളികളുടെ തിരിച്ചുവരവ് അനിശ്ചിതത്വത്തിൽ. യാത്രാരേഖകൾ കയ്യിൽ ഇല്ലാത്തതിനാൽ മടക്കം വൈകുമെന്ന് റഷ്യയിൽ ഇന്ത്യൻ എംബസി അറിയിച്ചു. റഷ്യൻ യുദ്ധമുഖത്ത് പരിക്കേറ്റ അഞ്ചുതെങ്ങ് സ്വദേശി പ്രിൻസ് സെബാസ്റ്റ്യൻ, പൊഴിയൂർ സ്വദേശി ഡേവിഡ് മുത്തപ്പൻ എന്നിവരെ ഉടൻ നാട്ടിലെത്തിക്കുമെന്ന ആശ്വാസ വാർത്തയായിരുന്നു ആദ്യം കേട്ടത്. യാത്രാരേഖകളില്ലാത്തതോടെ ഇവരുടെ തിരിച്ചുവരവ് അനിശ്ചിതമായി നീളുകയാണ്. ദീനേന എംബസിയിൽ കയറി ഇറങ്ങിയിട്ടും ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നു എന്ന് മാത്രമാണ് മറുപടി. സർക്കാർ കണക്കുപ്രകാരം റഷ്യയിലെ യുദ്ധമേഖലയിൽ കുടുങ്ങിക്കിടക്കുന്നത് 4 പേരാണ്. 5 തെങ്ങ് സ്വദേശികളായ 3, പൊരിയൂർ സ്വദേശിയായ ഒരാളുമാണ് റഷ്യയിലുള്ളത്.
എംബസി തഴയുമ്പോഴും റഷ്യയിലെ മലയാളികളെ തിരികെ എത്തിക്കാനുള്ള ശ്രമം ഊർജിതമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ ഉറപ്പ്. എന്നാൽ എന്ന് തിരിച്ചെത്താനാകുമെന്ന കാര്യത്തിൽ എംബസിക്കും വിദേശകാര്യ മന്ത്രാലയത്തിനും ഉത്തരമില്ല. യുദ്ധമേഖലയിൽ കുടുങ്ങിയ 5 തെങ്ങ് സ്വദേശികളായ വിനീതിന്റെയും ടിനു പനിയടിമയുടെയും വിവരങ്ങൾ ഇപ്പോഴും ലഭ്യമല്ല. ഇക്കാര്യത്തിലും എംബസിയുടെ ഇടപെടൽ തൃപ്തികരമല്ലെന്നാണ് ഇവരുടെ കുടുംബം ആരോപിക്കുന്നത്. പോസ്റ്റർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് കർണാടകയിലെ BJP സ്ഥാനാർത്ഥിയുടെ പോസ്റ്ററിൽ കേരളത്തിലെ LDF മന്ത്രി കെ കൃഷ്ണൻകുട്ടിയുടെയും JDS സംസ്ഥാന അധ്യക്ഷൻ മാത്യു ടി തോമസിന്റെയും ചിത്രം ഉൾപ്പെടുത്തിയ സംഭവത്തിൽ വിവാദം പുകയുന്നു. പോസ്റ്ററിൽ തന്റെ ഫോട്ടോ വന്നതിന് പിന്നിൽ രാഷ്ട്രീയ കളിയാണെന്ന് കൃഷ്ണൻകുട്ടി ആരോപിച്ചു. വ്യാജ പോസ്റ്ററിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇടതുമുന്നണിയിൽ തന്നെ ഉറച്ചു നിൽക്കുമെന്ന പ്രസ്താവനയുമായി മാത്യു ടി തോമസ് രംഗത്തെത്തിയിട്ടുണ്ട്. വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. 85 വയസ്സിന് മുകളിൽ 2.5 ലക്ഷം വോട്ടർമാർ. ഭിന്നശേഷി വിഭാഗത്തിൽ 2.62 ലക്ഷം. 85 വയസ്സിന് മുകളിലുള്ളതും ഭിന്നശേഷിക്കാരുമായ 5.12 ലക്ഷം പേർക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. മാർച്ച് 17 വരെയുള്ള കണക്കനുസരിച്ച് 85 വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ 2.5 ലക്ഷം വോട്ടർമാരാണുള്ളത്. ഭിന്നശേഷി വിഭാഗത്തിൽ 2.62 വോട്ടർമാരുണ്ട്. 2020 ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 80 വയസ്സും അതിൽ കൂടുതലുമുള്ള വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിലുള്ളവർക്കും കോവിഡ് രോഗികൾക്കും പോസ്റ്റൽ ബാലറ്റ് ഓപ്ഷൻ നൽകിയിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിൽ ഇത് നടപ്പാക്കിയത്. മുതിർന്ന പൗരന്മാർക്കുള്ള തപാൽ വോട്ട് സൗകര്യം 2021 തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നുവെന്നും ചീഫ് ഇലക്ടറൽ ഓഫീസർ സഞ്ജയ് കൗൾ പറഞ്ഞു. അക്കാലത്ത് 80 വയസ്സിന് മുകളിലുള്ള വിഭാഗത്തിൽ ഏകദേശം 6.22 ലക്ഷം പേർ പട്ടികയിൽപ്പെട്ടിരുന്നു. മുതിർന്ന പൗരന്മാരുടെ പ്രായപരിധി 80-ൽ നിന്ന് 85 ഉയർത്തുന്നതിനായി കേന്ദ്രം അടുത്തിടെ തിരഞ്ഞെടുപ്പ് ചട്ടങ്ങളിൽ ഭേദഗതി വരുത്തിയതോടെ സംസ്ഥാനത്ത് പോസ്റ്റൽ ബാലറ്റ് വഴി വോട്ട് ചെയ്യാൻ അർഹതയുള്ളവരുടെ എണ്ണത്തിൽ 3.72 ലക്ഷം കുറവുണ്ടായി. 11 സംസ്ഥാനങ്ങളിലേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് രേഖപ്പെടുത്താൻ ഈ വിഭാഗത്തിലെ 98% വോട്ടർമാരും പോളിംഗ് ബൂത്തുകളിലെത്തി വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരുന്നതിലാണ്. അമേരിക്കയുടെ അനാവശ്യ ഇടപെടൽ വേണ്ട, വീണ്ടും ഇന്ത്യയുടെ മുന്നറിയിപ്പ്. മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് അമേരിക്ക നടത്തിയ പ്രതികരണത്തിൽ കടുപ്പിച്ച് ഇന്ത്യ. അനാവശ്യമായ ഇടപെടൽ വേണ്ടെന്നും അത് ഉഭയകക്ഷി ബന്ധം തകർക്കുമെന്നും ഇന്ത്യ അമേരിക്കയോട് വ്യക്തമാക്കി. ഇക്കാര്യത്തിൽ രണ്ടാമത് നടത്തിയ പരാമർശത്തെ തികച്ചും അനാവശ്യവും അസ്വീകാര്യവുമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വിശേഷിപ്പിച്ചു. തിരഞ്ഞെടുപ്പ് നിയമ പ്രക്രിയകൾ എന്നിവയിൽ നടത്തുന്ന ഇത്തരം ബാഹ്യ ഇടപെടലുകൾ പൂർണ്ണമായും അസ്വീകാര്യമാണ്. റിയാസ് മൗലവി വധക്കേസ് പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ. കാസർഗോഡ് പഴയച്ചൂരിയിലെ മദ്രാസ് അധ്യാപകൻ കുടുക് സ്വദേശി മുഹമ്മദ് റിയാസ് മൗലവിയെ കൊലപ്പെടുത്തിയ കേസിൽ പ്രതികളായ 3 പേരെയും വെറുതെ വിട്ട ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വിധിക്കെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ തീരുമാനം. തുടർ നടപടിക്ക് AGയെ ചുമതലപ്പെടുത്തി. വേഗത്തിൽ അപ്പീൽ നൽകാനാണ് AGക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. കാസർഗോഡ് കേളുഗുഡെ സ്വദേശികളായ അജേഷ് എന്ന അപ്പു, നിധിൻ, കേളുഗുഡെ ഗംഗൈ നഗറിലെ അഖിലേഷ് എന്ന അഖിലു എന്നിവരെയാണ് വിട്ടയച്ചത്. തായ്വാനിൽ വൻ ഭൂചലനം, 9 മരണം, 946 പേർക്ക് പരിക്ക്. തായ്വാനിൽ ബുധനാഴ്ചയുണ്ടായ ശക്തമായ ഭൂകമ്പത്തിൽ 9 പേർ മരിച്ചു, 946 പേർക്ക് പരിക്കേറ്റു. ഭൂകമ്പത്തിൽ തകർന്ന കെട്ടിടങ്ങളുടെ അവശിഷ്ടങ്ങൾക്കിടയിൽപ്പെട്ട 50ഓളം പേരെ രക്ഷിക്കാനുള്ള ശ്രമം നടക്കുന്നു. തായ്വാന്റെ വടക്കും തെക്കും ഭാഗങ്ങളെ ബന്ധിപ്പിച്ച മലനിരകളിലൂടെ പോകുന്ന തുരങ്കങ്ങൾക്കുള്ളിലും ഒട്ടേറെ പേർ കുടുങ്ങിക്കിടപ്പുണ്ട്. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ ഒരിക്കൽ കൂടി. 11 ജില്ലകളിൽ ഏപ്രിൽ 7 വരെ കനത്ത ചൂട്. ഗവർണർ സർക്കാർ പോരിൽ അയവ്. വിഴിഞ്ഞം യാഥാർത്ഥ്യമാകാൻ ഇനി മാസങ്ങൾ. ലോകമുത്തച്ഛൻ അന്തരിച്ചു. റഷ്യയിൽ കുടുങ്ങിയ മലയാളികൾക്ക് ഉടൻ തിരിച്ചെത്താനാവില്ല. പോസ്റ്റർ നിയമ നടപടി സ്വീകരിക്കുമെന്ന്. വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാം. 85 വയസ്സിന് മുകളിൽ
അമേരിക്കയുടെ അനാവശ്യ ഇടപെടൽ വേണ്ട, വീണ്ടും ഇന്ത്യയുടെ മുന്നറിയിപ്പ്. റിയാസ് മൗലവി വധക്കേസ് പ്രതികളെ വെറുതെ വിട്ടതിനെതിരെ അപ്പീൽ നൽകാൻ സർക്കാർ. തായ്വാനിൽ വൻ ഭൂചലനം, 9 മരണം. പോയ വാരത്തിലെ പ്രധാന വിശേഷങ്ങൾ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. മാന്യ ശ്രോതാക്കൾക്ക് നമസ്കാരം. ഇന്ന് അറിവിൻ്റെ ലോകം പരിപാടിയിൽ നമുക്ക് ഉഷ്ണജലധാരയെക്കുറിച്ച് കേൾക്കാം. അവതരണം ദിയാദീപൻ. ഭൂമിയുടെ ഉള്ളറകളിലെ ചുട്ടുപഴുത്ത ശിലാപടലങ്ങളുമായോ അവിടെയുള്ള അത്യുന്നത ഊഷ്മാവ് വഹിക്കുന്ന നീരാവിയുമായോ സമ്പർക്കത്തിൽ വരുന്ന ഭൂഗർഭജലമാണ് ഉഷ്ണജലധാരയായി പ്രവഹിക്കുന്നത്. തുടർച്ചയായോ നിശ്ചിത സമയമിടവിട്ടോ ഉഷ്ണജലവും ചൂടുബാഷ്പവും ഭൂവൽക്ക വിതരത്തിലൂടെ മേലോട്ട് ചീറിപ്പൊങ്ങുന്ന ഉറവകളാണിവ. ലോകത്താകമാനം 1000-ഓളം ഉഷ്ണജലധാരകളുണ്ട്. അഗ്നിപർവ്വതങ്ങളോട് അനുബന്ധമായാണ് ചൂടുനീരുറവകൾ കാണപ്പെടുന്നത്. പലപ്പോഴും ഇവ താൽക്കാലിക പ്രതിഭാസമായാണ് കാണപ്പെടുന്നത്. ഭൂമിക്കടിയിലെ മാഗ്മയാണ് ഉഷ്ണജലത്തിന് ചൂട് പ്രദാനം ചെയ്യുന്നത്. ഭൂപടത്തിലെ വിടവുകളിലൂടെ അമിത സമ്മർദ്ദത്തിൽ പുറത്തു വരുന്ന ജലം ഉഷ്ണജലധാരയായി മാറുന്നു. അമേരിക്കൻ ഐക്യനാടുകളിലെ യെല്ലോസ്റ്റോൺ നാഷണൽ പാർക്കിലെ ഓൾഡ് ഫെയ്ത്ത്ഫുൾ എന്ന ഉഷ്ണജലധാര പ്രശസ്തമാണ്. ഇപ്പോൾ പ്രവർത്തന സജ്ജമായ ഉഷ്ണജലധാരകളിൽ ഏറ്റവും വലിപ്പമേറിയതും ഓൾഡ് ഫെയ്ത്ത്ഫുൾ ആണ്. 91 മിനിറ്റ് ഇടവിട്ടാണ് ഇവിടുന്ന് ഉഷ്ണജലം ചീറിയൊഴുകുന്നത്. ഭാരതത്തിൽ ജമ്മു കാശ്മീർ, പഞ്ചാബ്, ബീഹാർ, ആസാം എന്നീ സംസ്ഥാനങ്ങളിൽ ചൂട് നീരുറവകൾ ഉണ്ട്. ശിവഗിരി FM 138-ാമതാഴ്ചയിൽ നടത്തിയ ചോദ്യോത്തരത്തിൽ വിജയിയായത് 6ാം ക്ലാസ് D ഡിവിഷനിലെ അശ്വന് ശിവഗിരി FMന്റെ അഭിനന്ദനങ്ങൾ. 138-ാമതാഴ്ചയിലെ ചോദ്യം ഇതായിരുന്നു: ഗ്രാമവൃക്ഷത്തിലെ കുയിൽ സിനിമയുടെ സംവിധായകനാര്? ഉത്തരം KP കുമാരൻ. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ: പ്രവർത്തന സജ്ജമായ ഉഷ്ണജലധാരകളിൽ ഏറ്റവും വലിപ്പമുള്ളതേത്? ഉത്തരങ്ങൾ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 94 97 26 72 72. അടുത്ത ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും ഞങ്ങൾ എത്തും. ഇന്നത്തെ ശിവഗിരി FM വിശേഷങ്ങൾ അവസാനിച്ചു. നന്ദി.